last class, we have seen the different wave shaping circuits. In that, we have seen that two types of wave shaping circuits are there: linear wave shaping circuits and non-linear wave shaping circuits. In that linear wave shaping circuits, RC differentiator is there, RC integrator is there, then first order low pass filter is there, first order high pass filter is there. Okay, and in the non-linear wave shaping circuits, clipper circuit and clamper circuits are there. Okay, so now we will be discussing everything in detail. Okay, before that we have to see what is a filter and the classification of a filter. Appo generally ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ എന്താണ് ഈ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, an electric filter is a circuit which can be designed to modify, reshape or reject all the undesired frequencies of an electrical signal and pass only the desired signal. അതായത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഇലക്ട്രിക് ഫിൽട്ടർ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ മോഡിഫൈ, റീഷേപ്പ് ഓർ റിജക്ട് ഓൾ ദ അൺഡിസൈഡ് ഫ്രീക്വൻസി. അതായത് അൺഡിസൈഡ് ആയിട്ടുള്ള ഫ്രീക്വൻസികളൊക്കെ റിജക്ട് ചെയ്യാനും ഡിസൈഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ഒക്കെ പാസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം എന്താണ് ഒരു ഡിസൈഡ് ഫ്രീക്വൻസി, അതായത് 10 കിലോഹെർട്സ് ടു 20 കിലോഹെർട്സ് എന്ന് പറയുന്ന ഇൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയുള്ള ഫ്രീക്വൻസികളൊന്നും ആവശ്യമില്ല. സോ നമ്മൾ ഒരു ഫിൽട്ടർ ഡിസൈൻ ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ 10 കിലോഹെർട്സ് ആൻഡ് 20 കിലോഹെർട്സ്. ഓക്കെ, ആ ഫിൽട്ടർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ that filter will be only allowing that frequency from 10 kilohertz to 20 kilohertz. Remaining 10 kilohertz ന് കുറഞ്ഞതും അതുപോലെ 20 kilohertz ന് മുകളിലും ആയിട്ടുള്ള എല്ലാ ഫ്രീക്വൻസീസും ഇറ്റ് വിൽ ബി റിജക്റ്റിംഗ് ഓർ ബ്ലോക്കിംഗ്. സോ അതാണ് ഈ ഫിൽട്ടറിന്റെ മേജർ ഫങ്ഷൻ. സോ നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ഈ ഫിൽട്ടറിന് ഒരു വലിയ സ്കോപ്പ് ഉണ്ട്. എന്താ കാര്യം? അതായത് ഇപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ സിഗ്നൽസ് വരുമ്പോൾ സിഗ്നൽസിൽ നോയ്സ് കോമ്പണന്റ് ഒക്കെ വരും അല്ലേ? സോ നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് നോയ്സ് കോമ്പണൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സോ ആ ഒരു ഫിൽട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യലി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അത് ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അലോയിങ് ഓൺലി ദാറ്റ് പെർട്ടിക്കുലർ ഡിസൈഡ് ഫ്രീക്വൻസി. ആ ഡിസൈഡ് ആയിട്ടുള്ള ആ ഡിസൈൻ ചെയ്ത് സ്പെസിഫിക് വാല്യൂ ഡിസൈൻ ചെയ്ത് ആ ഫ്രീക്വൻസി മാത്രം അത് കടത്തിവിടും. റിമൈനിങ് ഓൾ ഫ്രീക്വൻസീസ്, അൺഡിസൈഡ് ഫ്രീക്വൻസീസ്, ഇറ്റ് വിൽ ബി റിജക്ട്. So an electric filter is a circuit which can be designed to modify, reshape or reject all the undesired frequency of an electric signal and pass only the desired signal. Also it can be defined as a frequency selective network that passes a specified band of frequencies and block signals of frequencies outside the band. അതായത് ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഇന്ന ഫ്രീക്വൻസി മുതൽ ഇന്ന ഫ്രീക്വൻസി വരെ നമുക്ക് ആവശ്യമുണ്ട്. ഇറ്റ് ഇസ് എ ഡിസൈഡ് ഫ്രീക്വൻസി. സോ ദാറ്റ് പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി അത് കടത്തിവിടും. റിമൈനിങ് ഓൾ ഫ്രീക്വൻസീസ് ഔട്ട്സൈഡ് ദാറ്റ് ബാൻഡ് ഇറ്റ് വിൽ ബി റിജക്റ്റിംഗ്. സോ അതാണ് ഒരു ജനറലി എ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ there are 4 major types of filter that are low pass filter, high pass filter, band pass filter and band reject filter. Okay, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, കാരണം ഇത് നമുക്ക് ഭാവിയിൽ ആവശ്യമുണ്ട്. ബേസിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ലോ പാസ് ഫിൽട്ടർ, ഹൈ പാസ് ഫിൽട്ടർ, ബാൻഡ് പാസ് ഫിൽട്ടർ ആൻഡ് ബാൻഡ് റിജക്ട് ഫിൽട്ടർ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് ഒന്ന് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ലോ പാസ് ഫിൽട്ടർ. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ ലോ പാസ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ? എ ഫിൽട്ടർ ദാറ്റ് പ്രൊവൈഡ്സ് എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് ഫ്രം DC അപ് ടു എ കട്ട് ഓഫ് ഫ്രീക്വൻസി FC and then passes no signal above that cut off frequency is called a low pass filter. അതായത് ഒരു ഫിൽട്ടർ, a filter that will be passing up to a frequency called as cut off frequency. ആ cut off frequencyക്ക് ശേഷം it will be not passing any signal. അതായത് ഇപ്പം ഇതാണ് ഇതിന്റെ ഐഡിയൽ കേസ്. ഐഡിയൽ കേസിൽ നിങ്ങൾക്ക് കാണാം ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി FC നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഫിൽട്ടർ വിൽ ബി പാസിംഗ് അപ് ടു ദാറ്റ് ഫ്രീക്വൻസി FC. ആ FC വരെയുള്ള ഫ്രീക്വൻസി വരെ അത് കടത്തിവിടും. FC കഴിഞ്ഞു കഴിഞ്ഞാലുള്ള എല്ലാ ഫ്രീക്വൻസി ഇറ്റ് വിൽ ബി റിജക്റ്റിംഗ്.
ഓക്കെ, സോ ഇതാണ് ഇത് ഐഡിയൽ കേസിലാണ്. പ്രാക്ടിക്കൽ കേസിൽ അത് വരിക ഇങ്ങനെയാണ്. അതായത് ഏകദേശം ഒരു FC എന്ന് പറയുന്ന ഫ്രീക്വൻസി വരെ അത് ഇറ്റ് വിൽ ബി അത് കടത്തിവിടുന്നതാണ്. അതിനുശേഷം ഇറ്റ് വിൽ ബി റിജക്റ്റിംഗ് ഓൾ ദ ഫ്രീക്വൻസി. ആൻഡ് ഓൾസോ it can be also defined as a filter circuit which allows a set of frequency that are below a specified value. The filter passes the low frequency. ഈ ഒരു ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്ന ഫിൽട്ടർ വിൽ ബി പാസിംഗ് ലോ ഫ്രീക്വൻസി. അതായത് ഹൈ ഫ്രീക്വൻസി അത് കടത്തിവിടില്ല, ലോ ഫ്രീക്വൻസി അപ് ടു എ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ താഴത്തുള്ള എല്ലാ ഫ്രീക്വൻസിയും അത് കടത്തിവിടും. കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷമുള്ള ഫ്രീക്വൻസീസ് ഒന്നും ഇറ്റ് വിൽ ബി റിജക്റ്റിംഗ് ഓർ ബ്ലോക്കിംഗ്. ഓക്കെ, അപ്പോൾ ഫിഗർ നിങ്ങൾക്ക് കാണാം. ഒരു എന്താ ഇൻപുട്ട് ഉണ്ട്. ആ ഇൻപുട്ടിനെ ഡയറക്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഇൻ ദ ഔട്ട്പുട്ട് സൈഡ് എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ്. ദിസ് ഈസ് എ ലോ പാസ് ഫിൽട്ടർ സർക്യൂട്ട്. ഓക്കെ, സോ ഇതാണ് ഒരു ലോ പാസ് ഫിൽട്ടർ. അതായത് ഇറ്റ് വിൽ ബി പാസിംഗ് സെറ്റ് ഓഫ് ഫ്രീക്വൻസി അപ് ടു എ ബിലോ എ സ്പെസിഫൈഡ് വാല്യൂ. ഒരു സ്പെസിഫൈഡ് വാല്യൂവിന് താഴത്തുള്ള സെറ്റ് ഓഫ് ഫ്രീക്വൻസിനെ കടത്തിവിടും. ആ ഒരു സ്പെസിഫൈഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷം വരുന്ന സിഗ്നൽസിനെ ഒന്നും അത് കടത്തിവിടില്ല. അതാണ് ഈ ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹൈ പാസ് ഫിൽട്ടർ. അപ്പോൾ ഇവിടെ നിങ്ങൾ സർക്യൂട്ട് കാണാം. ആദ്യം ഒരു റെസിസ്റ്റർ, ദെൻ ഒരു കപ്പാസിറ്റർ. ഇൻപുട്ട് സൈഡിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ലോ പാസ് ഫിൽട്ടറിന്റെ സർക്യൂട്ട്. നെക്സ്റ്റ് വൺ കമ്മിങ് ഈസ് ഹൈ പാസ് ഫിൽട്ടർ. ഓക്കെ, അപ്പൊ ഈ ലോ പാസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എ ഫിൽട്ടർ ദാറ്റ് പാസസ് സിഗ്നൽ എബോ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ആസ് ഹൈ പാസ് ഫിൽട്ടർ. അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മേളിൽ, അതായത് ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുകളിലുള്ള എല്ലാ സിഗ്നൽസിനെയും കടത്തിവിടുന്നു. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് താഴെയുള്ള എല്ലാ സിഗ്നലിനെയും റിജക്ട് ചെയ്യുന്നു. ഓക്കെ, so it can also defined as filter circuit that allows a set of frequencies that are above a specified value. ഒരു സ്പെസിഫൈഡ് വാല്യൂ കട്ട് ഓഫ് ഫ്രീക്വൻസി FC-യുടെ മുകളിലുള്ള എല്ലാ ഫ്രീക്വൻസിനെയും അത് കടത്തിവിടും. ദിസ് ഫിൽട്ടർ passes high frequencies. Okay, high pass filter passes higher frequencies. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് നിങ്ങൾക്ക് കാണാം. നേരത്തെ സർക്യൂട്ടിൽ നിന്ന് എന്താ വ്യത്യാസം? റെസിസ്റ്ററും കപ്പാസിറ്ററും ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യും. അതായത് ഇൻപുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത് ഒരു റെസിസ്റ്ററിന് അക്രോസ് ആണ്. അപ്പോൾ ഹൈ പാസ് ഫിൽട്ടർ സർക്യൂട്ട് ആയി. സോ ഇൻ ഹൈ പാസ് ഫിൽട്ടർ സർക്യൂട്ട് ഇറ്റ് വിൽ ബി പാസിംഗ് സിഗ്നൽസ് above a cut off frequency and it will be rejecting signals below the cut off frequency. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് പറയാൻ പറ്റും. അതായത് ഇത്രയും ഇവിടെ ഇത്രയും ഭാഗത്തുണ്ടല്ലോ, ഇതൊക്കെ ഇത് പാസ് ചെയ്യും. ഇത്രയും ഭാഗം മീൻസ് എന്താ, കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുകളിലായിട്ടുള്ള എല്ലാ സിഗ്നലിനെയും അത് പാസ് ചെയ്യും. കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് താഴെ ആയിട്ടുള്ള എല്ലാ സിഗ്നൽസിനെയും അത് റിജക്റ്റ് ചെയ്യാണ്. ഈ സിഗ്നൽസിനൊക്കെ ഇവിടെ റിജക്റ്റ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പാസ് ബാൻഡ് എന്ന് പറയാം. ഇതിന് ഇപ്പുറത്തുള്ള ബാൻഡിനെ നമുക്ക് സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയാം. ഓക്കെ, അതായത് ഈ എവിടെയൊക്കെ ഇത് പാസ് ചെയ്യുന്നു, ഫ്രീക്വൻസിനെ പാസ് ചെയ്യുന്നു, കട്ട് ഓഫ് ഫ്രീക്വൻസിന് മുകളിലുള്ള എല്ലാ ഫ്രീക്വൻസിനെയും പാസ് ചെയ്യുന്നു, അതിനെ നമ്മൾ പാസ് ബാൻഡ് എന്ന് പറയുന്നു. അതിന് തൊട്ടിപ്പുറത്തുള്ള പാസ് ചെയ്യാത്ത ഭാഗത്തിനെ നമ്മൾ സ്റ്റോപ്പ് ബാൻഡ് എന്നും പറയുന്നു. സിമിലർലി ലോ പാസ് ഫിൽട്ടറിലും അതേ ഒരു കേസിൽ ഇതാണ് ഇവിടെയുള്ള പാസ് ബാൻഡ്. ഓക്കെ, this is the pass band and this is the stop band. Okay, in the low pass circuit. Third one is band pass filter. Okay, band pass filter. So ഈ band pass filter എന്താണ്? മുമ്പേ നമ്മൾ പഠിച്ചിട്ടുള്ള ഹൈ പാസ് ലോ പാസും തമ്മിലുള്ള ഡിഫറൻസ്. So in case of band pass filter, when a filter circuit passes signals that are above one cutoff frequency and below a second cutoff frequency, it is called as band pass filter. അതായത് ഒരു ഫസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി F1, ആ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ഫ്രീക്വൻസിനെ കടത്തുവിടുകയും സെക്കൻഡ് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി F2, ആ ഫ്രീക്വൻസിയുടെ താഴെയുള്ള ഫ്രീക്വൻസിനെ കടത്തിവിടുകയും ചെയ്യുന്ന ഫിൽട്ടറാണ് ബാൻഡ് പാസ് ഫിൽട്ടർ. അതായത് ഇവിടെ ഒരു സ്പെസിഫൈഡ് ബാൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു F1
അല്ലെങ്കിൽ F2, F1 മുതൽ F2 വരെ നമ്മളൊരു ബാൻഡ് പറഞ്ഞിട്ടുണ്ട്. ആ പർട്ടിക്കുലർ ബാൻഡിനുള്ളിലുള്ള ഫ്രീക്വൻസിനെ മാത്രം അത് കടത്തിവിടുന്നു. ആ പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിയുടെ പുറത്തുള്ള എല്ലാ ഫ്രീക്വൻസീസിനെയും അത് റിജക്ട് ചെയ്യുന്നു. സോ എ ഫിൽട്ടർ ദാറ്റ് അലോസ് എ സെറ്റ് ഓഫ് ഫ്രീക്വൻസി ദാറ്റ് ആർ ബിറ്റ്വീൻ ടു സ്പെസിഫൈഡ് വാല്യൂ. ഇവിടെ ടു സ്പെസിഫൈഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 ആൻഡ് F2. ആ ഒരു F1 ആൻഡ് F2 എന്ന് പറയുന്ന ടു സ്പെസിഫൈഡ് വാല്യൂവിനുള്ളിലുള്ള എല്ലാ ഫ്രീക്വൻസിനെയും ഇറ്റ് വിൽ ബി പാസിംഗ് ആൻഡ് റിജക്റ്റിംഗ് ഓൾ ദ ഫ്രീക്വൻസീസ് ഔട്ട്സൈഡ് ദാറ്റ് ബാൻഡ്. ആ സ്പെസിഫൈഡ് ബാൻഡിന് പുറത്തുള്ള എല്ലാ ഫ്രീക്വൻസീസിനെയും ഇറ്റ് വിൽ ബി റിജക്റ്റിംഗ്. ഓക്കെ, അപ്പൊ അതാണ് എന്താണ് ബാൻഡ് പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഇവിടെയുള്ള ഒരു സ്റ്റോപ്പ് ബാൻഡ്. ദിസ് വൺ സ്റ്റോപ്പ് ബാൻഡ്, ദിസ് ഈസ് അനദർ സ്റ്റോപ്പ് ബാൻഡ്, and this is the pass band. This is the pass band and these two are the stop bands. Okay, and also circuit നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആദ്യം എന്താ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കപ്പാസിറ്റർ റെസിസ്റ്റർ വെച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് എൻ ഹൈ പാസ് കോൺഫിഗറേഷൻ, ഒരു ഹൈ പാസ് കോൺഫിഗറേഷൻ. ദെൻ ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും വെച്ചിട്ടുണ്ട് ലൈക്ക് എ ലോ പാസ് കോൺഫിഗറേഷൻ. സോ ബാൻഡ് പാസ് ഫിൽട്ടർ നമുക്ക് പറയാം ഒരു ഹൈ പാസ് ലോ പാസ് കോൺഫിഗറേഷൻ ആണ് ബാൻഡ് പാസ് ഫിൽട്ടർ എന്ന് പറയാൻ പറ്റും. അതായത് ആദ്യം ഒരു ഹൈ പാസ് ഫിൽട്ടർ കോൺഫിഗറേഷൻ വെക്കുന്നു, അതിന് തൊട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു ലോ പാസ് ഫിൽട്ടർ കോൺഫിഗറേഷൻ. അതായത് ഒരു ഹൈ പാസ് കോൺഫിഗറേഷൻ അതിനോട് ചേർത്തി ഒരു ലോ പാസ് കോൺഫിഗറേഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാൻഡ് പാസ് ഫിൽട്ടർ ആയി. ഓക്കെ, സോ ബാൻഡ് പാസ് ഫിൽട്ടറിൽ എങ്ങനെയാണ്, അതായത് ഒരു സ്പെസിഫൈഡ് ബാൻഡിനുള്ളിലുള്ള ഫ്രീക്വൻസീസ് ഒക്കെ അത് കടത്തിവിടും, അതിന് പുറത്തുള്ള എല്ലാ ഫ്രീക്വൻസീസും ഇറ്റ് വിൽ ബി റിജക്റ്റിംഗ്. ഓക്കെ, ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി F1 F2 ഇടയിലുള്ള എല്ലാ ഫ്രീക്വൻസീസ് അത് കടത്തിവിടും, അതിന് പുറത്തുള്ള എല്ലാ ഫ്രീക്വൻസീസും ഇറ്റ് വിൽ ബി റിജക്റ്റിംഗ് ഓർ സ്റ്റോപ്പിംഗ്. ഓക്കെ, സോ ഇതാണ് അപ്പം ബാൻഡ് പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ കാണാം ഒരു ഹൈ പാസ് ഫിൽട്ടറും ഒരു ലോ പാസ് ഫിൽട്ടറും കണക്ട് ചെയ്തിരിക്കുകയാണ് ബാൻഡ് പാസ് ഫിൽട്ടറിൽ. ഓക്കെ, നൗ കമ്മിങ് ടു ദ ബാൻഡ് സ്റ്റോപ്പ് ഫിൽട്ടർ ഓർ ബാൻഡ് റിജക്ട് ഫിൽട്ടർ. Here you can see when a filter circuit rejects signals, when a filter circuit rejects signals that are above one cutoff frequency and below the second cutoff frequency, that is called as a band pass filter. അതായത് ഫസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ബിലോവും സെക്കൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എബോവ് ഉള്ള എല്ലാ ഫ്രീക്വൻസിനെയും അത് കടത്തിവിടുകയാണ്. ഓക്കെ, ഫസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ബിലോയിലുള്ളയും, ഓക്കെ, അപ്പൊ ഇത് ഇവിടെ പാസ് ബാൻഡ്, സെക്കൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എബോവ് ഉള്ളയും ഇതും പാസ് ബാൻഡ്, ഇത് സ്റ്റോപ്പ് ബാൻഡ്. ഓക്കെ, സോ ഫസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ബിലോവും സെക്കൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എബോവും എല്ലാം അത് പാസ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ F1 ആൻഡ് F2, in between F1 and F2 it will be rejecting or blocking. A filter that blocks a set of frequency that are between two specified value, അതായത് ടു സ്പെസിഫൈഡ് വാല്യൂ F1 and F2, ആ വാല്യൂവിന് ഇടയിലുള്ള ഫ്രീക്വൻസീസ് കംപ്ലീറ്റ് ആയിട്ട് അത് റിജക്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഫിൽട്ടർ റിജക്ട്സ് ദ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി. ഈ ഒരു ബാൻഡ് F1 F2 എന്ന് പറയുന്ന ബാൻഡിനുള്ളിലുള്ള എല്ലാ ഫ്രീക്വൻസീസിനെയും ഈ ഒരു ഫിൽട്ടർ വിൽ ബി റിജക്ട്. സർക്യൂട്ട് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, ബാൻഡ് പാസ് ഫിൽട്ടറിന്റെ കേസിൽ ആദ്യം ഒരു ഹൈ പാസ് ഫിൽട്ടർ, ദെൻ ഒരു ലോ പാസ് ഫിൽട്ടർ. ഇവിടെ നിങ്ങൾക്ക് കാണാം ആദ്യം ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ, അതായത് ഒരു ലോ പാസ് ഫിൽട്ടർ കോൺഫിഗറേഷൻ, ദെൻ ഒരു കപ്പാസിറ്റർ റെസിസ്റ്റർ ഹൈ പാസ് ഫിൽട്ടർ കോൺഫിഗറേഷൻ. ഓക്കെ, ഒരു ലോ പാസ് ഫിൽട്ടർ ഹൈ പാസ് ഫിൽട്ടർ, ഒരു ലോ പാസ് ഹൈ പാസ് കോൺഫിഗറേഷൻ it can be designed as a band stop filter, and in band stop filter will be rejecting a set of frequency between two specified value F1 and F2. ഇതിനിടയിലുള്ള set of frequencies it will be rejecting. Below the first cut of frequency and above the second cut of frequency it will be passing all the frequencies. Okay, so ഇതാണ് നമ്മുടെ 4 different types of filter. I hope everyone understood this. These are basic things. Okay, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. Now we are going to our topic, first order RC high pass filter. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താ, അപ്പൊ നമ്മൾ നേരത്തെ സർക്യൂട്ട് കണ്ടു, ഒരു ഹൈ പാസ് ഫിൽട്ടർ ആണെങ്കിൽ ഇൻപുട്ട് ഒരു കപ്പാസിറ്റർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഔട്ട്പുട്ട് ഒരു റെസിസ്റ്റർ നെക്രോസ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓർഡർ RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററുമാണ്. അതാണ് ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഇവിടെ 2 റെസിസ്റ്റർ 2 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് സിലബസിൽ സെക്കൻഡ് ഓർഡർ പഠിക്കാനുള്ള, ഫസ്റ്റ് ഓർഡർ മാത്രമേ പഠിക്കാനുള്ളൂ. സോ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽട്ടർ സർക്യൂട്ടിന്റെ ജനറൽ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് സൈഡിൽ ഒരു റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദ ഫിൽട്ടർ സർക്യൂട്ട് ദാറ്റ് അലൗസ് എ സെറ്റ് ഓഫ് ഫ്രീക്വൻസി ദാറ്റ് ആർ അബോവ് എ സ്പെസിഫൈഡ് വാല്യൂ. അതായത് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എബോവ് ഉള്ള എല്ലാ ഫ്രീക്വൻസീസും ഈ ഒരു ഹൈ പാസ് ഫിൽട്ടർ വിൽ ബി പാസിംഗ്. ദ ഫിൽട്ടർ പാസസ് ഹയർ ഫ്രീക്വൻസിനെ ഈ ഒരു ഫിൽട്ടർ പാസ് ചെയ്യും. ദ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ റെസിസ്റ്റർ. അതായത് ഇവിടെ കപ്പാസിറ്റർ ഒരു റെസിസ്റ്റർ ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇൻപുട്ട് വോൾട്ടേജ് ഈസ് സപ്ലൈഡ് ഇൻ സീരീസ് ടു ദ കപ്പാസിറ്റർ. ഇൻപുട്ട് വോൾട്ടേജ് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ബട്ട് ദ ഔട്ട്പുട്ട് ഈസ് ഡ്രോൺ only across the resistor. ഔട്ട്പുട്ട് അവിടെ റെസിസ്റ്ററിന് അക്രോസ് ആണ് ഡ്രോ ചെയ്തെടുത്തിരിക്കുന്നത്. ഹൈ പാസ് ഫിൽട്ടർ അലോസ് ദ ഫ്രീക്വൻസീസ് വിച്ച് ആർ ഹയർ ദാൻ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് സി ആൻഡ് ബ്ലോക്സ് ദ ലോവർ ഫ്രീക്വൻസി സിഗ്നൽ. അതായത് ഹൈ പാസ് ഫിൽട്ടറിൽ എന്താ, ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എബോ ആയിട്ടുള്ള എല്ലാ ഫ്രീക്വൻസീസിനെയും ഇറ്റ് വിൽ ബി പാസിംഗ്. ആ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് സിയുടെ താഴെയുള്ള എല്ലാ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനും ഇറ്റ് വിൽ ബി ബ്ലോക്കിംഗ്. The value of cutoff frequency depends on the common values chosen for the circuit design. അതായത് ആ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ വാല്യൂ നമ്മൾ ഈ പറഞ്ഞ ആറിന്റെയും സിന്റെയും വാല്യൂവിനൊക്കെ അനുസരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെയുള്ള റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂവിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് സി എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽട്ടർ. Okay, and also one term we have to understand clearly, അതായത് കപ്പാസിറ്റൻസ് റിയാക്ടൻസ് ഓഫ് എ ഹൈ പാസ് ഫിൽട്ടർ. അതായത് നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ആണ്. അതുപോലെ കപ്പാസിറ്ററിന്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവല്ലോ, അതിന് പറയുന്നതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഓഫ് എ ഹൈ പാസ് ഫിൽട്ടർ XC is defined as which is equal to 1 divided by j omega c. അതായത് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നില്ലേ, കപ്പാസിറ്ററിന് എത്രത്തോളം റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC is defined as which is equal to 1 divided by j omega c. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലാർ ഫ്രീക്വൻസി ആണ്. C എന്ന് പറഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, also we know that the relation between frequency and angular frequency, that is omega is equal to 2 pi f. Omega is equal to 2 pi f ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഒമേഗ is equal to 2 pi f ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, 2 pi f ആണെന്നുള്ള കാര്യം നമുക്കറിയാം ഒമേഗ. ഓക്കെ, ഒമേഗ is equal to 2 pi f എന്നുള്ള കാര്യം നമുക്കറിയാം. സോ XC we can write as 1 divided by j into 2 pi fc. അതായത് XC capacitive reactance which is equal to 1 divided by j into 2 pi fc, where omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്, f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഫ്രീക്വൻസി ആണ്, XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, സോ XC is equal to 1 divided by j into 2 pi fc. സോ ഇതിൽ നിന്ന് നമുക്കൊരു റിലേഷൻ കിട്ടും. അതായത് XC കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിച്ച് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി, അല്ലേ? കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിച്ച് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട്. അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിച്ച് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട്. സോ റിയാക്ടൻസ് ഓഫ് capacitor is inversely proportional to the frequency of signal through it. അതായത് reactance of capacitor is inversely proportional to the frequency of signal through it. This is a very important property, അല്ലെങ്കിൽ very important thing here. This you have to note it down. Okay, XC indirectly proportional to the frequency of the signal. Okay, capacitor reactance indirectly proportional to the frequency of the signal. Okay, so we know that
എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു 2 π FC ആണെന്നുള്ളത് നമ്മൾ കണ്ടു. സോ ലോവർ ഫ്രീക്വൻസി സിഗ്നൽ വരികയാണ്. അതായത് നമ്മൾ പറഞ്ഞു എക്സ് വിച്ച് ഈസ് ഇൻഡയറക്ട്ലി ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. എക്സ് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫ്രീക്വൻസി ലോ ആവുന്ന കേസിൽ എന്തായിരിക്കും? കപ്പാസിറ്റി റിയാക്ടൻസ് വിൽ ബി വെരി ഹൈ അല്ലേ? ഫ്രീക്വൻസി അറ്റ് ലോവർ ഫ്രീക്വൻസീസ് റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ വിൽ ബി വെരി ഹൈ അല്ലേ? കപ്പാസിറ്റൻസിന്റെ റിയാക്ടൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് വിൽ ബി ഹൈ. അപ്പൊ ലോവർ ഫ്രീക്വൻസി സിഗ്നൽ ആണ് ഇൻപുട്ടിൽ നമ്മൾ ലോവർ ഫ്രീക്വൻസി സിഗ്നൽ ആണ് നമ്മൾ പാസ് ചെയ്യുന്നെങ്കിൽ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് അല്ലെ കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് വിൽ ബി വെരി ഹൈ. കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് വിൽ ബി വെരി ഹൈ ആവുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുക? വെരി ഹൈ റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ് ഇവിടെ. അപ്പൊ റെസിസ്റ്റൻസ് ഇവിടെ ഭയങ്കര കൂടുതലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഒരു കപ്പാസിറ്റർ ഇൻപുട്ടിലുള്ള ഒരു സിഗ്നലിനെയും കടത്തിവിടില്ല അല്ലേ? സോ അൾട്ടിമേറ്റ്ലി ദിസ് കപ്പാസിറ്റർ വിൽ ബി ആക്ടിങ് ആസ് എ ഓപ്പൺ സർക്യൂട്ട്. ഈ ഒരു കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. അപ്പോഴെന്ത് സംഭവിക്കും? ഇൻപുട്ടിലുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽ ഒന്നും ഔട്ട്പുട്ടിന് അക്രോസ് ഈ റെസിസ്റ്ററിന് അക്രോസ് വരില്ല. ഓക്കെ, സോ at lower frequencies reactance of capacitor is very high, so the capacitor act as an open circuit and virtually no input appears at the output. Okay, appo lower frequency ആവുന്ന സമയത്ത് നമുക്കറിയാം capacitive reactance which is inversely proportional to the frequency. So ഫ്രീക്വൻസി വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ റിയാക്ടൻസ് വിൽ ബി വെരി ഹൈ, മീൻസ് കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് വിൽ ബി വെരി ഹൈ. കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടിക്കഴിഞ്ഞാൽ എന്താ? ഇറ്റ് വിൽ നോട്ട് പാസസ് ദ ഇൻപുട്ട് സിഗ്നൽ ത്രൂ ഇറ്റ്. ആ ഒരു ഇൻപുട്ട് സിഗ്നലിനെ അതിന് അക്രോസ് കപ്പാസിറ്ററിന് അക്രോസ് അത് പാസ് ചെയ്യില്ല. ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. സോ virtually no output appears at the output. Okay, this is in case of low frequency. Higher frequencies what will be happening? Higher frequencies ipo frequency koodikaynu, frequency നല്ല രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസിന് എന്ത് സംഭവിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിൽ ബി വെരി ലോ. കപ്പാസിറ്റൻസ് റിയാക്ടൻസ് നല്ല രീതിയിൽ കുറയും. കപ്പാസിറ്റൻസ് റിയാക്ടൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. റിയാക്ടൻസ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ at high frequencies reactance of capacitor is very low, so the capacitor acts as a short circuit and virtually all input appears at the output. Virtually ഒരു ഐഡിയൽ കേസിന്റെ കാര്യം പറയാണ്. Virtually all input appears at the output in the case of higher frequency. അപ്പോൾ ഇവിടെ എന്താ? ഈ ഒരു ഹൈ പാസ് ഫിൽറ്ററിന്റെ കേസിൽ എന്താ? ലോ ഫ്രീക്വൻസി വരുന്ന സമയത്ത് കപ്പാസിറ്റർ ആ ഫ്രീക്വൻസി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും. ഔട്ട്പുട്ടിൽ സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല. വെൻ high frequency signal is coming, capacitor will be acting as a short circuit, so the input signal will be coming across the output side. Okay, ഇത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഈ ഒരു കൺസെപ്റ്റ് ആണ് ഈ ഹൈ പാസ് ഫിൽറ്ററിലുള്ള മേജർ സംഭവം. ഓക്കെ, സോ ലോ ഫ്രീക്വൻസി വരുന്ന സമയത്ത് കപ്പാസിറ്റർ ആ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസി സിഗ്നൽ വരുന്ന സമയത്ത് ആ കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ കടത്തി വിടുന്നു. ഔട്ട്പുട്ടിന് അക്രോസ് നമുക്ക് ഇൻപുട്ട് എല്ലാം ഔട്ട്പുട്ടിന് അക്രോസ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കപ്പാസിറ്റി റിയാക്ടൻസ് ഓഫ് ഹൈ പാസ് ഫിൽറ്റർ. സോ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഹൈ പാസ് ഫിൽറ്റർ യു ക്യാൻ സീ ഹിയർ. എന്താ, എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ഗെയിനും വെച്ച് പ്ലോട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി, ഇത് ഐഡിയൽ കേസിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി FC വരെ അതൊന്നും പാസ് ചെയ്യില്ല. കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷം വരുന്ന എല്ലാ ഫ്രീക്വൻസിയും അത് പാസ് ചെയ്യുന്നതാണ്. ഇറ്റ് വിൽ വർക്ക് ആസ് എ പാസ് ബാൻഡ്. അതിനു മുമ്പ് ഇറ്റ് വിൽ ആക്ട് ആസ് എ സ്റ്റോപ്പ് ബാൻഡ്. പ്രാക്ടിക്കൽ കേസിൽ നിങ്ങൾക്ക് കാണാം
ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20 log വി ഔട്ട് ബൈ വി ഇൻ, ലോഗരിതമിക് സ്കെയിൽ ഡെസിബിളിലാണ് നമ്മൾ ഇവിടെ അളക്കുന്നത്. മീൻസ് എന്താ, ഔട്ട്പുട്ടും ഇൻപുട്ടും, മീൻസ് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ പ്രാക്ടിക്കൽ കേസിൽ നിങ്ങൾക്ക് അറിയാം, 0-ൽ നിന്ന് തുടങ്ങി ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ആയി വന്നിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് കോൺസ്റ്റന്റ്. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ അത് ഇൻക്രീസ് ചെയ്യും, അതിനുശേഷം ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. ഗെയിൻ വിൽ ബി കോൺസ്റ്റന്റ് ഹിയർ. ഓക്കെ, ഫ്രീക്വൻസി എത്ര ഫ്രീക്വൻസി വേരി ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഈ ഒരു നമുക്ക് ഇനിയിപ്പോൾ എന്താ, അനാലിസിസ് ഓഫ് ഹൈ പാസ് ഫിൽട്ടർ പഠിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഗ്രാഫ് വന്നതെന്നുള്ളത്. ഈ ഒരു ഫ്രീക്വൻസി ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഗ്രാഫ് ഉണ്ടല്ലോ, പ്രാക്ടിക്കലി കാണിച്ചിരിക്കുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫ് എങ്ങനെയാ വന്നതെന്ന് നമുക്ക് ആ ഒരു ഡെറിവേഷനിലൂടെ, അതായത് സിലബസിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് അനാലിസിസ് ഓഫ് high pass filter, that we will see now. Okay, so coming to the analysis, you can see here. Okay, this is the circuit. അതായത് ഒരു കപ്പാസിറ്റർ, ഇൻപുട്ടിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്, ഔട്ട്പുട്ട് സൈഡിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ഹൈ പാസ് ഫിൽട്ടർ സർക്യൂട്ട് ആണിത്. കറണ്ട് ഐ ഇസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ ഔട്ട്പുട്ട് നമ്മളിപ്പം എടുക്കുകയാണെങ്കിൽ വിഒ വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇതിന് അക്രോസ് പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്, ഇവിടെയുള്ള റെസിസ്റ്റൻസ് ആർ ആണ്. സോ വി ഔട്ട് ഓർ വി ഔട്ട്പുട്ട് വി ക്യാൻ റൈറ്റ് ആസ് ഐ ഇൻറ്റു ആർ, വിച്ച് വി ക്യാൻ റിട്ടേൺ ആസ് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ഇൻപുട്ട് സൈഡ് എന്താ, നമുക്ക് അതുപോലെ എഴുതാൻ പറ്റില്ല. ഇൻപുട്ട് സൈഡിൽ എന്താ, കപ്പാസിറ്ററും ഉണ്ട്, അതുപോലെ റെസിസ്റ്ററും ഉണ്ട്. സോ ഇവിടെ എന്താ, ഔട്ട്പുട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കപ്പാസിറ്ററിന്റെ അതുപോലെ റെസിസ്റ്ററിന്റെ രണ്ടിന്റെ റെസിസ്റ്റൻസ് എടുക്കണം. രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ വി ഔട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഐ ഇൻറ്റു ആർ പ്ലസ് എക്സ് സി. എക്സ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സി എന്ന് എഴുതാം. സോ വി സീറോ വിച്ച് ഇസ് ഈക്വൽ ടു I into R plus 1 divided by J omega C, which is equation number 2. Okay, അതായത് അപ്പം എന്താ, ഇത് VI ആണ്, it is not VO, it is VI. VI is equal to, ഇതൊന്നും നിങ്ങൾ മാറ്റിയത് കേട്ടോ, നോട്ടിൽ എഴുതുന്ന സമയത്ത് മാറ്റിയത്. this is not VO, this is VI. VI ഇൻപുട്ട് സൈഡിൽ VI is equal to I into R plus XC. So VI again we can write as I into R plus 1 divided by J omega C. Xക്ക് പകരം നമ്മൾ എന്താ 1 divided by J omega C substitute ചെയ്തു, which is equation number 2. Then we are writing the transfer function. Transfer function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, output by input. Output voltage divided by input voltage നമ്മൾ എടുക്കുന്ന സമയത്ത് V out എന്താ, I into R. VI എന്ന് പറഞ്ഞാൽ I into R plus 1 divided by J omega C. Okay, so VO by VI which is equal to I into R divided by I into R plus 1 divided by J omega C. ഇവിടെ എന്താ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും I ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, V0 by VI is equal to R divided by R plus 1 divided by J omega C എന്ന് കിട്ടുന്നു. ഓക്കെ, ഇപ്പൊ എന്താ, നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും R കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ എന്താ, ന്യൂമറേറ്ററിൽ R ഉണ്ട്, ഡിനോമിനേറ്റർ R നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ റിട്ടേൺ ആസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഒമേഗ ആർ സി. ഇവിടെ ഡിനോമിനേറ്ററിൽ R വരും, കാരണം ഇവിടെ നമ്മൾ എന്താ, R ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ, ഡിനോമിനേറ്റർ സൈഡിൽ R വരും. സോ ആറും ക്യാൻസൽ ആവും. ഓക്കെ, സോ V0 by VI which is equal to 1 divided by 1 plus 1 divided by J omega RC എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഇതിൽ കൂടുതൽ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല. ആ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. അതായത് എന്താ, ഇനീഷ്യലി എന്താ, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഈ ഒരു ജസ്റ്റ് ഒരു കപ്പാസിറ്റർ റെസിസ്റ്ററും വെച്ചുള്ള ഒരു സർക്യൂട്ടാണ്. വി ഔട്ട് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, വി ഐ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് എക്സി. എക്സിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സി. അതിനുശേഷം ട്രാൻസ്ഫർ ഫംഗ്ഷൻ വി ഔട്ട് ബൈ വി ഐ എടുക്കുന്നു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് കോമൺ ആയിട്ട് റെസിസ്റ്റൻസ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ V0 by VI which is equal to 1 divided by 1 plus 1 divided by J omega RC എന്ന് കിട്ടുന്നു. ഓക്കെ,
ഇനി എന്താ നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി നമുക്കറിയാം വിച്ച് ഇസ് ഈക്വൽ ടു 2πf. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് V0 by Vi which is equal to 1 divided by 1 plus 1 divided by omega ക്ക് പകരം 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2πf into RC which is equal to equation number 4. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4. ഇനി എന്താ നമ്മൾ ഇവിടെയുള്ള ജെ എന്ന് പറയുന്ന ടേം, ഇവിടെയുള്ള ജെ എന്ന് പറയുന്ന ടേം ഇത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ജെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ന്യൂമറേറ്ററിൽ ജെ വരും, ഡിനോമിനേറ്ററിൽ ജെ സ്ക്വയർ വരും. ജെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം -1 ആണെന്ന്. സോ ഇറ്റ് ക്യാൻ ഫർദർ rewritten as V0 by Vi which is equal to 1 divided by 1 minus j into j divided by 2πf into RC. That is equation number 5. എന്താ ചെയ്യുന്നത്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു ടേമിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ജെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ജെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിൽ ജെ വരും, ഡിനോമിനേറ്റർ സൈഡിൽ ജെ സ്ക്വയർ വരും. ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം is equal to -1. Okay, j square എന്ന് പറഞ്ഞാൽ -1. So this equation can be rewritten as 1 divided by 1 minus j divided by 2πf into RC which is equal to equation number 5. And after that we are assuming f1 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ അസ്യൂം ചെയ്യാണ് which is equal to 1 divided by 2πRC. f1 എന്ന് പറയുന്ന ഒരു ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യാണ്. f1 is equal to 1 by 2πRC. അപ്പൊ ഇവിടെ എന്താ, നമുക്ക് ഇവിടെ തന്നെ അറിയാം 1 by 2πRC എന്ന് പറയുന്ന ടേം ഇവിടെ ഉണ്ട്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് V0 by Vi which is equal to 1 divided by 1 minus j into 1 divided by 2πRC ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോ f1 divided by f നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് കിട്ടും. V0 by Vi which is equal to 1 divided by 1 minus j into f1 by f. This is equation number 6. This is one of our important equation in case of analysis of first order high pass filter. Okay, അതിനുശേഷം എന്താ, നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് V0 by Vi കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ഇമാജിനറി പാർട്ട് വരുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് a plus jb എന്ന് പറയുന്ന ഒരു ഇമാജിനറി പാർട്ടിന്റെ ഒരു ഇമാജിനറി ഇക്വേഷന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ which is equal to square root of a square plus b square ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് a square plus b square ആണ്. സോ ഇവിടെ അതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് V0 by Vi യുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് which is equal to 1 divided by square root of 1 square plus f1 by f whole square. ഓക്കെ, എങ്ങനെയാണ് ഇവിടെ മൈനസ് പ്ലസ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1. അപ്പൊ ജെ സ്ക്വയർ വരുന്ന സമയത്ത് j square is equal to -1 minus of minus which will be coming as plus. So magnitude of V0 by Vi output by input which is equal to 1 divided by square root of 1 square plus f1 by f whole square. So which can be rewritten like this, magnitude of V0 by Vi which is equal to 1 divided by square root of 1 plus f1 by f whole square. This is equation number 7. This is our main equation. That is magnitude of V0 by Vi which is equal to 1 divided by square root of 1 plus f1 by f whole square. F നമ്മുടെ ഫ്രീക്വൻസി, f1 എന്ന് പറയുന്ന ഒരു അസ്യൂം ചെയ്ത ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വി ആർ കണ്ടിന്യൂ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. V0 by Vi, magnitude of V0 by Vi which is equal to 1 divided by square root of 1 plus f1 by f whole square. അല്ലേ? ഇനി എന്താ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂസ് ഫോർ എഫ്. ഈ എഫിന് നമ്മൾ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, എഫിന് 0 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കുക. ഇനീഷ്യലി ഈ എഫിന് 0 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് V0 by Vi which is equal to square root of 1 divided by square root of 1 plus f1 by നമ്മൾ എന്താ 0, എഫിന് 0 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, f1 by 0 whole square. അപ്പൊ എന്താ, f1 by 0, 1 by 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. 1 by 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. സോ
V0 by magnitude of V0 by Vi, which is equal to 1 divided by square root of 1 plus infinity. Okay, square root of 1 plus infinity and the window infinity, so which is equal to 1 by infinity. 1 by infinity in the varnal, which is equal to 0. So when f is equal to 0, magnitude of V0 by Vi, which can be written as 0. Okay, now we will substitute when f is equal to f1. F1 എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി f1 ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? Magnitude of V0 by Vi, which is equal to 1 divided by square root of 1 plus f1 by f1 all square. F1 cancel out. Upon the 1 divided by square root of 1 plus 1, which is equal to 1 by square root of 2. That is, when f is equal to f1 on the samayatha, we are getting magnitude of V0 by Vi, which is equal to 1 divided by root 2. Okay, 1 divided f1 the frequency, cut off frequency on the samayatha, we are getting magnitude of V0 by Vi, which is equal to 1 divided by root 2. Okay, now third one, frequency infinity avunna case il, adayithu when f is equal to infinity, aa case il nokkam magnitude of V0 by Vi, which is equal to square root of 1 plus f1 by infinity all square. F1 by infinity all square. Okay, appo namakariya ഒരു term divided by infinity which is equal to 0. ഒരു term divided by infinity which is equal to 0. So which is equal to 1 divided by square root of 1 plus 0. 1 plus 0. F1 by infinity എന്ന് പറഞ്ഞാൽ 0. So square root of 1 plus 0, which is equal to 1. So frequency infinity ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് magnitude of V0 by Vi, which is equal to 1. So consolidate നമുക്ക് കിട്ടിയ റിസൾട്ട് ഒക്കെ കൺസോളിഡേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി 0 ആവുന്ന സമയത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടുന്നു? 0. ഓക്കെ, ദെൻ ഫ്രീക്വൻസി f1 കൊടുക്കുന്ന സമയത്ത് we are getting magnitude 1 by root 2, which is equal to 0.7071. Next one, frequency infinity കൊടുക്കുന്ന സമയത്ത് we are getting magnitude which is equal to 1. Okay, so അത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഇത് ഫ്രീക്വൻസിയും അതുപോലെ മാഗ്നിറ്റ്യൂഡ് V0 by magnitude of V0 by Vi ആണ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസി 0 ആവുന്ന സമയത്ത് we are getting magnitude also 0. We are getting magnitude also 0. അതാണ് ഈ പ്ലോട്ട്. Then frequency f is equal to f1 ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താ? മാഗ്നിറ്റ്യൂഡ് which is equal to 1 by root 2, which is equal to 0.7071. F1 ആവുന്ന ഫ്രീക്വൻസി f1 ആവുന്ന സമയത്ത് we are getting magnitude 0.7071. Okay, ഇവിടെ കിട്ടി. Then again it is increasing, and once frequency is reaching infinity, frequency infinity ആവുന്ന സമയത്ത് magnitude we are getting as 1. So എന്താ? ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി കഴിഞ്ഞതിന് ശേഷം എന്താ? അത് കോൺസ്റ്റന്റ് ആയിട്ട് 1ൽ തന്നെ മാഗ്നിറ്റ്യൂഡിന്റെ കേസിൽ. സോ ഇങ്ങനെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ഫ്രീക്വൻസി റെസ്പോൺസിന്റെ പ്ലോട്ട് നമുക്ക് കിട്ടിയത്. ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് വെച്ചാണ് പ്ലോട്ട് ചെയ്തത് V0 by Vi. ബട്ട് നോർമലി നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ഇൻ ടേംസ് ഓഫ് ഗെയിൻ ആണ്. ഗെയിൻ വിൽ ബി മെഷറിംഗ് ഇൻ ടേംസ് ഓഫ് ഡെസിബൽ. ഡെസിബൽ എന്ന് പറഞ്ഞാൽ 20 log ഈ പറഞ്ഞ പോലെ V0 by Vn എന്ന് പറയുന്ന ഒരു ടേമിലാണ് നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്യുക. ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അതായത് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 1 by root 2 എന്ന് പറയുന്നത് വിച്ച് വിൽ ബി കമ്മിങ് -3 dB. ഈ ഗെയിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി കമ്മിങ് ആസ് -3 dB. ആൻഡ് നമുക്കറിയാം log ഓഫ് 1 ആവുന്ന സമയത്ത്, അതായത് V0 by Vi 1 ആവുന്ന സമയത്ത് എന്താണ്? it will be dB will be coming as 0 dB. That is this plot. Okay, so cutoff frequency FC initially it will be starting like this, and it will be reaching cutoff frequency at -3 dB, and again it will be increasing, and when the frequency is almost infinity, the gain will be almost 0 dB. So this is the frequency response of high pass filter.